ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ച പഴം കഴിച്ചിട്ട് ഒരു പ്രയോജനമില്ല. നമ്മുടെ പണം വെറുതെ കളയാം എന്നുള്ളതല്ലാതെ നമ്മുടെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടണമെങ്കിൽ അത് ഒന്നുകിൽ ചെടിയിൽ നിൽക്കുമ്പോൾ തന്നെ കഴിക്കുക. പക്ഷികൾ അങ്ങനെ കഴിക്കുക. പക്ഷികൾ ചെടിയിൽ നിൽക്കുമ്പോൾ കഴിക്കും. നമ്മൾ കഴിയുന്നതും പറിച്ച് അന്നോ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിലോ കഴിച്ചാൽ മാത്രമേ നമുക്ക് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി കിട്ടൂ. ഞാൻ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ പറഞ്ഞ് ഞങ്ങളെല്ലാം ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് രോഗം വരുമെന്ന് ചോദിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പഴങ്ങൾ കഴിയുന്നതും പറിച്ച് അന്ന് തന്നെ ഉപയോഗിക്കണം. നമ്മൾ ഏത്തക്കൊലയൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ എത്ര ദിവസം നോക്കും? അല്ലെ പാറാപ്പഴം പതിച്ചാലേ ഫ്രിഡ്ജിൽ വെച്ച് എത്ര ദിവസം വരെ ഉപയോഗിക്കും? അങ്ങനെ പഴങ്ങൾ ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ വയറ് നിറയ്ക്കാം, മലശോധന ഉണ്ടാകും, അതൊക്കെ ശരിയാണെങ്കിലും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി കിട്ടത്തില്ല. ഇപ്പൊ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ എന്താ ചെയ്തിരുന്നത്? ഒരു വീട്ടിലെ ഒരു ഏത്തക്കൊല പഴുത്താൽ വീട്ടുകാർക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞ് ബാക്കിയുള്ളത് അടുത്ത വീടുകളിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നമ്മൾ ആരെങ്കിലും കൊടുക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ പഴങ്ങൾ ഉണ്ടായാൽ ചെയ്യേണ്ടത്, പഴുത്ത് കഴിഞ്ഞാൽ അത് 2 ദിവസം കൊണ്ട് നമ്മളോ അയൽപക്കങ്ങളിലോ അത് കൊടുത്ത് തീർക്കണം. അവർക്ക് പഴങ്ങൾ കിട്ടുമ്പോൾ നമുക്കില്ല. ആ രീതിയിൽ വേണം നമ്മൾ പഴങ്ങൾ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല പഴം, അതുകൊണ്ട് നമ്മൾ കൂടുതൽ ദിവസം ചെടിയിൽ നിൽക്കുന്ന പഴം നമ്മൾ കണ്ടുള്ള പഴം ഏതാണ്? കൂടുതൽ ദിവസം ചെടിയിൽ നിൽക്കുന്ന പഴം 10, 25, 30 ദിവസം വരെ ചെടിയിൽ നിൽക്കുന്ന ഒരു പഴമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്ന പഴമല്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് എണ്ണുന്നത് കാരണം കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ലഭ്യമായ ഒരു പഴം. അത് പഴുത്ത് കഴിഞ്ഞാൽ 30 ദിവസം വരെയൊക്കെ നിൽക്കും. ഞാനിത് പറയാൻ കാരണം, നിങ്ങളുടെ എല്ലാ വീടുകളിലും ഈ ഒരു ചെടി വെച്ച് പിടിപ്പിക്കണം. വെച്ച് പിടിപ്പിക്കുന്നതിന് ഉദ്ദേശം ഇത് വിറ്റ് കാശ് വാങ്ങിക്കാനുള്ളതല്ല. നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും 10, 30 ദിവസം പറിച്ച് അന്ന് തന്നെ കഴിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആ പഴം ഏതാണ്? റംബൂട്ടാൻ. നമ്മുടെ മുഴുവൻ പഴം എന്ന് പറയുന്നത്. അപ്പൊ പറിക്കുന്ന അന്നേന് ആവശ്യത്തിനുള്ള പഴം മാത്രമേ പറിക്കൂ. അതുപോലെ തന്നെ പച്ചക്കറി പറിച്ച അന്ന് തന്നെ ഉപയോഗിക്കണം. തമിഴ്നാട്ടിൽ നിന്ന് ഒരാഴ്ച മുമ്പ് വന്ന വാടി ഉണങ്ങിയ പച്ചക്കറി വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ കഴിച്ചാൽ, നമ്മൾ എന്തിനാ പച്ചക്കറി കഴിക്കുന്നത്? എല്ലാവരും പച്ചക്കറി കഴിക്കുന്നവർ. എത്രയാണ് നിങ്ങൾ പച്ചക്കറി കഴിക്കുന്നത്? എന്തുവേണ്ടിയാണ് പച്ചക്കറി കഴിക്കുന്നത്? ആന്റി ഓക്സിഡന്റ്സിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ പറിച്ച അന്ന് തന്നെ അത് ഉപയോഗിക്കണം. കഴിയുന്നതും പച്ചക്കറികള് നമുക്ക് നേരിട്ട് കഴിക്കാവുന്നതാണെങ്കിൽ നേരിട്ട് കഴിക്കുക. വെണ്ടയ്ക്ക നമ്മൾ ഒന്നിൽ കഴിയിട്ട് നേരെ വേണ്ട കഴിക്കുക. അല്ലെങ്കിൽ ആവിയിൽ വെച്ചെടുത്ത് കഴിക്കുക. ആവിയിൽ വെച്ചെടുത്താൽ തന്നെ 3 മണിക്കൂറിനുള്ളിൽ കഴിക്കണം. അപ്പൊ പച്ചക്കറി പറിച്ചാൽ അന്ന് തന്നെ ഉപയോഗിക്കണം. കഴിയുന്നത് അത് ഫ്രഷായിട്ട് ഉപയോഗിക്കാമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ആവിയിൽ വെച്ചെടുത്ത് പാചകം ചെയ്യാം. ആവിയിൽ വെച്ചെടുത്ത് പാചകം ചെയ്താൽ അത് 3 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കാം. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസവും അതിനടുത്ത ദിവസവും ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു കറിയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിരോധ ശക്തി വേണമെങ്കിൽ, രോഗം പിടിപെട്ടാൽ പെട്ടെന്ന് രോഗവിമുക്തി വേണമെങ്കിൽ, നിങ്ങളുടെ ഫ്രഷ് ആയിട്ടുള്ള